നമസ്കാരം. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വിലപിടിച്ച വസ്തു ഏതാണ്? ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരെ എല്ലാം വിളിച്ചു വരുത്തി ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഒരാൾ പറഞ്ഞു, രാജാവിൻ്റെ സിംഹാസനം. രാജാവിന് തൃപ്തിയായില്ല. മറ്റൊരാൾ പറഞ്ഞു, രാജകൊട്ടാരത്തിലെ രത്നങ്ങൾ. രാജാവിന് തൃപ്തിയായില്ല. മൂന്നാമൻ പറഞ്ഞു, രാജകൊട്ടാരം. രാജാവിനെ പരമാവധി സോപ്പിടാൻ, മണിയെടുക്കാൻ ഓരോരുത്തരും അവരുടെ ചിന്തയിൽ വന്ന പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അവസാനം കൂട്ടത്തിലൊരാൾ, ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, സമയം, ഈ നിമിഷം, അതാണ് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വിലപിടിച്ച വസ്തു. രാജാവിന് സന്തോഷമായി. അയാൾക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായിട്ട് അപ്പോൾ തന്നെ കൊടുത്തു. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇതാ, നമുക്കെന്തെല്ലാം ഈ ലോകത്ത് ഉണ്ടായാലും ഈ സമയം, ഈ നിമിഷം ഇത് വിലപ്പെട്ടതായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇതാ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ജപ്പാൻകാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, 1 മണിക്കൂർ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് 3000 മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും ജപ്പാൻകാരുടെ ജീവിത വിജയത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ പ്രധാന കാരണം ഇതാണ്. അവരുടെ കഠിന പരിശ്രമം, അതുപോലെ സമയം ആരും നഷ്ടപ്പെടുത്തി വെറുതെ അതും ഇതും ചെയ്തോ ഒന്നും ചെയ്യാതിരുന്നോ ഒന്നും നഷ്ടപ്പെടുത്തി അവർ കളയുകയില്ല. ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ എത്രയോ സമയം നമ്മളൊന്നും ചെയ്യാതെയും അവരെവരെയും കുറ്റം പറഞ്ഞും നമ്മുടെ പുരോഗതിക്ക് തടസ്സം അവർ കാരണം, ഇവർ കാരണം, ചിലർ സമയം നോട്ടവും അന്ധവിശ്വാസവും ശകുനവും ഇതൊന്നും ക്രിസ്തീയ ജീവിതത്തിലില്ല. ഈ നിമിഷം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഈ സമയമാണ്. ഈ സ്ഥലത്ത് എനിക്ക് ജീവിക്കാനും നിൽക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ ഇതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഇതാണ്. ഇന്ന് സ്ഥലത്തിന് ദോഷം, സമയത്തിൻ്റെ ദോഷം ഒക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ജീവിതകാലം മുഴുവൻ നടക്കൽ മാത്രം ഉണ്ടാവുകയുള്ളൂ. പലരും നമ്മളെ മുതലെടുക്കാനായിട്ട് രംഗത്ത് വന്നേക്കാം. ഉള്ളതെല്ലാം തീർന്നാലും പഠിക്കാത്തവരെ കണ്ടിട്ടുണ്ട്. പിറവത്തൊരു പള്ളിയിൽ ശുശ്രൂഷക്ക് വന്നപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്ത വചനം ഞാനിപ്പോഴും ഓർക്കും. ഒത്തിരി പ്രോഗ്രസ് ഉണ്ടായി. കുറേ വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ആ ഒരു പള്ളിയിൽ, അവിടെ മലങ്കര പള്ളിയിൽ വചനപ്രഘോഷണത്തിന് പോകാനായിട്ട് എല്ലാ മാസവും ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. പോകാൻ ദൈവം കോവിഡ് കാലത്തിന് മുമ്പ് അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് നല്ല അടുപ്പവും പരിചയവും. ഓരോ തവണയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന മോട്ടിവേഷൻ, പ്രത്യേക വചനങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചിലർ അവരുടെ ചില കാര്യങ്ങൾ ഒരു സൂചന തരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ വചനം. അപ്പോൾ ഈ ഒരു വചനം പലർക്കും പറഞ്ഞു കൊടുക്കാനും ജീവിതം മാറ്റിമറിച്ചെന്ന് വന്ന് പറഞ്ഞാൽ പിന്നീട് ഇവിടെയും ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരെയും അവർ ചിലർ കടന്ന് വന്ന് ഇപ്പോഴും നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഏത് വചനമാണെന്നറിയാമോ? നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. പഠിക്കുന്ന വിദ്യാർത്ഥിയാകട്ടെ, പരീക്ഷക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാകട്ടെ, ജീവിതത്തിൽ ഇതുവരെ ഒരു കാര്യവും ഒന്ന് പ്രയോജനകരമായ അവസ്ഥയിൽ ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാകട്ടെ, ദമ്പതികളാകട്ടെ, തൊഴിലാളിയാകട്ടെ, മുതലാളിയാകട്ടെ, ഇന്ന് തൊട്ട് ഈ വചനം ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ നോക്ക്. അത് എഴുതി വെച്ചോ. ഒറ്റ വചനം, സങ്കീർത്തനം 118:24. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഹായ്, ഡ്രീം ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മുഖം പ്രസന്നമാകും. ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ തുടങ്ങും. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് പരീക്ഷിച്ചിട്ടുള്ള. മറ്റേത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചില ദിവസമൊക്കെ പറയും, ഇന്നൊരു മൂഡില്ല, ഇന്നത്തെ കാര്യം പോക്ക, ഇന്നൊന്നിനും പോയിട്ട് കാര്യമില്ല. പക്ഷേ ഈ വചനം, സങ്കീർത്തനം 118:24, കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഇറങ്ങുന്ന കാര്യങ്ങൾ എത്ര തടസ്സമായാലും, എത്ര നാൾ പോയിട്ടും എത്ര പ്രാവശ്യം നടക്കാത്ത കാര്യങ്ങളെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ മത്ത് പിടിച്ചിരിക്കൂലേ,
മന്ദിച്ചിരിക്കൂലേ, അന്നേരം ബുദ്ധീനെ പൊങ്ങാൻ അനുവദിക്കരുത്. ആ മായയിലിരിക്കുന്ന സമയത്ത് നമ്മുടെ തലയിലേക്ക് ഈ സ്ട്രോക്ക് കൊടുക്കണം, പോസിറ്റീവ് സ്ട്രോക്ക്. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കുക. ഇന്നെല്ലാം ശരിയാവും, ഇന്ന് നല്ല കാര്യങ്ങൾ സംഭവിക്കും, ഇന്ന് സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാകും. ഓരോ ദിവസവും വ്യത്യസ്തമായ പോസിറ്റീവ് സ്ട്രോക്ക് അല്ലെങ്കിൽ ശക്തമായ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ, വഴികൾ ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി നമുക്ക് വന്നു ചേരാനായിട്ട് തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാകത്തില്ല എന്നല്ല. നമ്മൾ സ്വർഗത്തിലല്ല, ഭൂമിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളോട് കൂടെ ഉള്ളപ്പോൾ ഇതാ നട്ടടം സ്വർഗമാക്കി മാറ്റുന്ന അനുഭവം. ഇനി രാത്രി കിടക്കാൻ നേരം ഈ വചനം ഒന്ന് പറഞ്ഞു, നിസ്സാരമാക്കി കളയല്ലേ. ഈ വചനം ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചോ. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കുക. ദൈവമേ, എൻ്റെ ജീവിത സന്തോഷം കൊണ്ട് നിറയട്ടെ. എന്നെ കാണുന്നവരും ഞാൻ പോയതും കണ്ടുമുട്ടിയവരിലും എല്ലാവരിലും ദൈവത്തിൻ്റെ സന്തോഷം നിറഞ്ഞതായിട്ട് കണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസം തന്നതിന് നന്ദി പറയുന്നു. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ഈ സങ്കീർത്തനം 118:24 രാത്രി കിടക്കുന്നതിനും മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും, അതായത് കിടക്കാനിങ്ങനെ മത്ത് പിടിച്ചിരിക്കൂലേ, അപ്പോഴൊന്ന് പറഞ്ഞു നോക്ക്. ഒരു മാസം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചോ. ഈ വചനം എന്നിൽ നിറവേറട്ടെ. ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള അന്ധവിശ്വാസം, സമയം, ശകുനം, നാളുനോട്ടം, ഇതെല്ലാം കരുതി വച്ചിട്ടാണ് ഇതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അതൊന്നും ദൈവഹിത പ്രകാരമല്ല. അതുകൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്തീയ മനോഭാവത്തോടെ ഇന്നത്തെ ദിവസം നല്ലതാണ്. ഈ ദിവസം ഒരു അനുഗ്രഹമാണ്. നാളത്തെ കാര്യം നമുക്കറിയില്ല. നമ്മൾ സമയവും ശകുനവും എല്ലാം നോക്കി നാളത്തെയും മറ്റന്നാളത്തെയും പറഞ്ഞുകൊണ്ടിരുന്ന ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് ഒരുറപ്പുമില്ല. അപ്പോൾ നട്ടടം സ്വർഗമാക്കി മാറ്റി. നമ്മൾ കണ്ടല്ലേ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് അല്ലേ? കുറച്ച് സമയമോ 1 2 അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ ഉള്ളൂ, ദിവസമൊക്കെ ഉള്ളെങ്കിലും അത് വാടിക്കൊഴിഞ്ഞ് കരിഞ്ഞു വീഴുന്നത് വരെ അത് മനോഹരമായിട്ട്, റോസാപ്പൂവാണെങ്കിൽ സുഗന്ധാഭിഷേകം ഉണ്ടാകും. അതിൻ്റെ ഇതളുകൾ എത്ര മനോഹാരിതമാണ്. ഇതുപോലെ തന്നെ ഈ ജീവിതം, ഈ ദാമ്പത്യ ജീവിതം, ഇയാൾ പോയാലേ എൻ്റെ ജീവിതം ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഈ ജോലി മാറിയാലേ, അങ്ങനെ ഒന്നും പറയല്ലേ. ഇപ്പോൾ ദൈവം തന്നതിലെല്ലാം സന്തോഷം കണ്ടെത്തുക. ഇപ്പോൾ ഉള്ളതിലെല്ലാം തൃപ്തി അടയുക. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കമൻസുകൾ അയക്കണം. നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. ജീവിതം അടിമുടി മാറും. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ചിട്ടുള്ള അല്ലാത്തതൊന്നും എനിക്ക് പറഞ്ഞു തരാനില്ല. പക്ഷേ എൻ്റെ സ്വന്തം കാര്യമല്ല, ദൈവവചനത്തിൻ്റെ ഞാൻ വായിച്ചതും പഠിച്ചതും പറഞ്ഞു കേട്ടതുമായ ആത്മീയ രഹസ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ് ഞാൻ മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി പങ്കുവെക്കുന്നത്. ഇന്ന് തൊട്ട് നിങ്ങളൊരു ബിസിനസ്സുകാരനോ തൊഴിലാളിയോ മുതലാളിയോ വിദ്യാർത്ഥിയോ വീട്ടമ്മയോ അയൽവാസിയോ ശത്രുവോ മിത്രമോ ആരുമാകട്ടെ, ഇങ്ങോട്ട് വരും. ശത്രുതയുടെ കെട്ട കഴിയും. നിങ്ങളെ കാണുമ്പോൾ അവരറിയാതെ ചിരിച്ചു പോകും. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. നമ്മളെ കണ്ട ഏറ് പിടിച്ച് നടക്കുന്നവരുണ്ടല്ലോ, പെട്ടെന്ന് നമ്മളെ കാണുമ്പോൾ ചിരിച്ചു പോകും. അപ്പോൾ നമ്മളും അഴിഞ്ഞു പോകും. ഒരു നിമിഷം മതി. അപ്പോൾ ആ ബന്ധങ്ങളിൽ മാത്രമല്ല നമ്മൾ ഇടപെടുന്ന, പോകുന്ന, കാണുന്ന, മിണ്ടുന്ന, ജോലി ചെയ്യുന്ന, പഠിക്കുന്ന കാര്യങ്ങൾ. പരീക്ഷ എഴുതിയതാണെങ്കിൽ ആ പേപ്പർ വാല്യുവേഷൻ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആ നോക്കുന്നവരിലും പ്രവർത്തിക്കും. അവർക്ക് ചെലുത്താൻ കൂടത്തില്ല, വെട്ടി വരച്ച് കളയത്തില്ല, മാർക്ക് കുറക്കത്തില്ല. ദൈവ അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഇതുപോലെ കുറച്ച് നാൾ മുമ്പ് വിളിക്കാനായിട്ട് ഒരു സഹോദരി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ഒരു വചനം പറഞ്ഞു കൊടുത്തായിരുന്നു. MSCയുടെ റീവാല്യുവേഷന് കൊടുക്കട്ടെ ബ്രദറെ എന്നും പറഞ്ഞ്, ഒരു വിഷയം കിട്ടാനുണ്ടായിരുന്നുള്ളൂ. അത്ഭുതകരമായിട്ട് വിജയിച്ചെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞ് റീവാല്യുവേഷൻ വന്നപ്പോൾ. അപ്പോൾ നമ്മൾ പോസിറ്റീവായാൽ, വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഈ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ നമുക്ക് അനുകൂലമായിട്ട് വരും. പക്ഷെ നമ്മളിൽ പ്രവർത്തിക്കുന്നത് നെഗറ്റീവ് അനുഭവവും, രക്ഷയില്ല, ശരിയാകത്തില്ല, എല്ലാം ചെയ്യും. എന്നിട്ട് ചെയ്യുന്നതെല്ലാം രക്ഷയില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല, നമുക്ക് വേണ്ടി ആരും പറയത്തില്ല, എന്തിനുമായാലും പരാജയമാണ്. അങ്ങനത്തെ പറച്ചിലും എല്ലാം നിർത്തുക. കുടുംബജീവിതത്തിലായാലും ഇനി ഇയാൾ ശരിയാകാൻ വേണ്ടി പോകണില്ല, ഈ കുടുംബത്തിൽ ഇങ്ങനെ വരുള്ളൂ, അല്ലെങ്കിൽ ഈ മോനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പിള്ളേരെ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല, അത് നിർത്ത്.
ആ എതിരനുഭവം നിർത്ത്. കർത്താവ് ഒരുക്കിയ ദിവസമാണ്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഇന്ന് തൊട്ട് ഈ വചനം നമ്മളിൽ പ്രവർത്തിക്കട്ടെ. നമ്മുടെ ജീവിത അടിമുടി മാറും. ഇത് നമുക്ക് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാം, എഴുതാം, പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കമൻസുകൾ, ഷെയറുകൾ, ലൈക്കുകൾ അയക്കുക. സെയിൻറ്റ് മേരീസ് പ്രേമശയുടെ സുവിശേഷ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകാം. ക്രിസ്മസിൻ്റെ ആഗമന കാലത്ത് ഷെയർ ചെയ്യുന്ന ഈ കൊച്ചു വീഡിയോ നമ്മുടെ ജീവിതങ്ങളെ അടിമുടി മാറ്റിമറിക്കട്ടെ. അങ്ങനെ ഒരു യഥാർത്ഥ ക്രിസ്മസ് അനുഭവം ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ലൂക്ക 19:9. അതുകൊണ്ട് ഇന്ന് എന്ന വാക്കിന് ബൈബിളിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ബൈബിളിൽ മാത്രമല്ല, ബൈബിളിലുള്ളത് നമ്മുടെ ജീവിതത്തിലെ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആരും ആകട്ടെ നിസ്സാരമായിട്ട് തള്ളിക്കളയാതെ ഇന്ന് തൊട്ട് ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു മാറ്റത്തിന് വേണ്ടി ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ പരിശ്രമിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.